ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബികോം ഫോർത്ത് സെമസ്റ്റർ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ എസ്എ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ്. നമുക്കറിയാം, കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മുടെ കഴിഞ്ഞ സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പോലെയല്ല, കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കടലായിട്ടുള്ള ഒരു സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ ഏത് എസ്എ ചോദിക്കുമെന്നൊന്നും നമുക്ക് പെട്ടെന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പൊതുവെ പരീക്ഷയും അത്യാവശ്യം ചെറുതായിട്ട്, ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല, ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആവുന്ന ഒരു സബ്ജക്റ്റ് കൂടെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. പക്ഷേ ഒരുവിധം എല്ലാവരും പാസ്സാവാറുണ്ട്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാം. എസ്പെഷ്യലി ഫസ്റ്റ് മൊഡ്യൂൾ ഒന്ന് നന്നായിട്ട് നോക്കിയാൽ തന്നെ പാസ്സാവാം. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്, വളരെ സിമ്പിൾ നോട്ട് വെച്ചുകൊണ്ട്. എന്നാലും നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പ്രീവിയസ് ഇയറിൽ എന്തൊക്കെയാണ് എസ്എ ചോദിച്ചതെന്ന് നോക്കാം. അതിൽ തന്നെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് അത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരത്തിൽ റിപ്പീറ്റഡ് ഏരിയ കൂടെ ഒന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. എസ്എ 1 ഒന്നാമത്തെ എസ്എ ആയിരുന്നു ഡിഫൈൻ കോസ്റ്റിംഗ്, ഡിസ്കസ് ദി വാരിയസ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്താണെന്ന് എഴുതിയിട്ട് അതിന്റെ മെത്തേഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോസ്റ്റിംഗ് സിംപ്ലി റെഫേഴ്സ് ടു ദി ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. അതായത് അസർട്ടൈനിങ് എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കാൽക്കുലേറ്റിംഗ് എന്ന് മതി. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടെക്നിക്കിനെയോ അല്ലെങ്കിൽ അതിന്റെ പ്രോസസ്സിനെയോ ആണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അതാരും തെറ്റിക്കരുത്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് അല്ലെങ്കിൽ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് കാൽക്കുലേറ്റിംഗ് കോസ്റ്റ്. കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡിനെയാണ് അല്ലെങ്കിൽ ടെക്നിക്കിനെയാണ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ കോസ്റ്റിംഗ് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ പ്രോസസ് ടെക്നിക് ഫോർ അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിംഗിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്? അതിലൊരു 10 മെത്തേഡെങ്കിലും നിങ്ങൾ എഴുതുക. അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോയുടെ നോട്ട് ഞാൻ മുന്നേ ചെയ്തു വെച്ചതായിരുന്നു. അപ്പോൾ ഓരോ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗും ഞാൻ ഇതിലും സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനേക്കാളും ഷോർട്ട് ആയിട്ടാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്താൽ മതി. എൻ്റെ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പറയല്ല, കാരണം നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ. ഇത് ഞാൻ അതിന് മുന്നേ ചെയ്തു പോയൊരു വീഡിയോ ആയതുകൊണ്ടാണ്, അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പൊ ജോബ് കോസ്റ്റിംഗ് ആണ് ഒന്നാമത്തെ മെത്തേഡ്. പേര് മാത്രം ഓർത്താൽ മതി. രണ്ടാമത്തതാണ് പ്രോസസ് കോസ്റ്റിംഗ്. മൂന്നാമത്തത് യൂണിറ്റ് കോസ്റ്റിംഗ്. നാലാമത്തത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അഞ്ചാമത്തതാണ് മാർജിനൽ കോസ്റ്റിംഗ്. 6 യൂണിഫോം കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ്. ഇതാണ് കോസ്റ്റിംഗിന്റെ ടെക്നിക്സ്. മറ്റൊരു വർഷം ചോദിച്ച എസ്സേ ആണ് എസ്സേ 2, ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ വാരിയസ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിംഗിന്റെ വ്യത്യസ്ത ടെക്നിക്സുകൾ എഴുതാൻ. അതും മെത്തേഡും ടെക്നിക്സും സെയിം ആണ്. സെയിം അത് തന്നെ, അത് മാറി മാറി ചോദിക്കാറുണ്ട്. ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, യൂണിറ്റ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, യൂണിഫോം കോസ്റ്റിംഗ്, ഡയറക്റ്റ് കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, ഡിപ്പാർട്ട്മെന്റൽ കോസ്റ്റിംഗ്. ഇനി നമുക്ക് തേർഡ് എസ്സേയിലേക്ക് പോവാം. ഇത് സിലബസിൽ ഇല്ലാത്ത, പഴയ സിലബസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള ക്വസ്റ്റ്യനില്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ ദ ഇൻസ്റ്റലേഷൻ ഓഫ് എ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുക? ഒരു ഓർഗനൈസേഷനിൽ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുക? അതാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കൺസിഡറിങ് ബിഫോർ ദി ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം എന്നുള്ള ഈ ഒരു എസ്സേയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ആൻസർ എന്ന്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യുന്നത് എന്ന്. ഒന്നാമത്തതാണ് സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന്റെ സൈസ് കൺസിഡർ ചെയ്യും.
അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന മറ്റൊന്നാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ. അടുത്തതാണ് നേച്ചർ ഓഫ് ബിസിനസ്, ഏത് ടൈപ്പ് ബിസിനസ് ആണ് എന്നുള്ളത്. ദെൻ ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഏത് ടൈപ്പ് പ്രൊഡക്ഷൻ ആണ് നടത്തുന്നത്. ദെൻ കോസ്റ്റ് സ്ട്രക്ചർ, IT സെറ്റപ്പ് എങ്ങനെയുണ്ട്. ഡാറ്റ സ്ട്രക്ചർ, ആ സ്ഥാപനത്തിന്റെ ബഡ്ജറ്റ് എന്താണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും, അല്ലെ അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അങ്ങനെ പലതരത്തിലുള്ള ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ നീഡ്സ് എന്താണെന്നുള്ളത് അറിയണം. മാനേജ്മെന്റിന്റെ ക്വാളിറ്റി, കസ്റ്റമൈസേഷൻ, ഡാറ്റ ഇന്റഗ്രിറ്റി, വെൻഡർ സപ്പോർട്ട്, ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ്, യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഓഡിറ്റ് ട്രയൽ, സ്കാലബിലിറ്റി, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, ഒരു സ്ഥാപനത്തിൽ ഈ പറഞ്ഞിട്ടുള്ള കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കണം. അതാണ് പറയുന്നത് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് കൺസിഡറിങ് ബിഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം. ഇപ്പൊ ഇതിൽ എളുപ്പമുള്ള ഒരു 10 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു സ്ഥാപനത്തിൽ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓർഗനൈസേഷന്റെ സൈസ്, ടൈപ്പ്, ബിസിനസിന്റെ നേച്ചർ, പ്രൊഡക്ഷന്റെ ടൈപ്പ്, കോസ്റ്റ് സ്ട്രക്ചർ, IT സെറ്റപ്പ്, ഡാറ്റ സ്ട്രക്ചർ, ബഡ്ജറ്റ്, ഡിപ്പാർട്ട്മെന്റൽ നീഡ്സ്, അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ക്വാളിറ്റി, കസ്റ്റമൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. 4ാമത്തെ എസ്സേ ആയിരുന്നു, പ്രീവിയസ് ഇയറിൽ ചോദിച്ചതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിങ്. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്സ് എഴുതാൻ നമുക്ക് നോക്കാം. എന്താണ് ഓവർഹെഡ് അക്കൗണ്ടിങ്? ഓവർഹെഡ് അക്കൗണ്ടിങ് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, റെക്കോർഡിംഗ്, അലോക്കേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഓവർഹെഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത്, റെക്കോർഡ് ചെയ്ത്, അലോക്കേറ്റ് ചെയ്ത്, കൺട്രോൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓവർഹെഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓവർഹെഡ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ്, റെക്കോർഡിംഗ്, അലോക്കേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഇൻഡയറക്റ്റ് കോസ്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുകയും, റെക്കോർഡ് ചെയ്യുകയും, അലോക്കേറ്റ് ചെയ്യുകയും, കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഓവർഹെഡ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റെപ്സ് ഇൻ ഓവർഹെഡ് അക്കൗണ്ടിംഗ്. ഓവർഹെഡ് അക്കൗണ്ടിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ, കളക്ഷൻ, അലൊക്കേഷൻ, അപ്പോർഷൻമെന്റ്, അബ്സോർപ്ഷൻ, അനാലിസിസ് ആൻഡ് കൺട്രോൾ. ഇതാണ്. ഒരു എസ്സേ എഴുതാൻ മാത്രമൊന്നുമില്ല ഈ പോയിന്റ്, എന്നാലും എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രോബ്ലം പേപ്പറിന്റെ എസ്സേ ആയതുകൊണ്ട് ഒരുപാട് എഴുതണമെന്നില്ല, കറക്റ്റ് കണ്ടന്റ് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫൈ ഓവർഹെഡ് കോസ്റ്റ്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഓവർഹെഡ് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്യും. രണ്ടാമത്തത് കളക്ഷൻ ആണ്. കളക്ട് ആൻഡ് റെക്കോർഡ് ഓവർഹെഡ് കോസ്റ്റ് ഇൻ ദി അക്കൗണ്ടിംഗ് സിസ്റ്റം. അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി ഓവർഹെഡ് കോസ്റ്റ് കളക്ട് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തത് അലൊക്കേഷൻ ആണ്. അലൊക്കേറ്റ് ഓവർഹെഡ് കോസ്റ്റ് ടു ഡിപ്പാർട്ട്മെന്റ്സ്, പ്രോഡക്റ്റ് ഓർ സർവീസസ് യൂസിംഗ് സ്യൂട്ടബിൾ ബേസിസ്. അനുയോജ്യമായ തരത്തിൽ ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ പ്രോഡക്റ്റുകളിലേക്കോ സർവീസസിലേക്കോ കോസ്റ്റിനെ അലൊക്കേറ്റ് ചെയ്യുന്നതിനെയാണ് അലൊക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് അപ്പോർഷൻമെന്റ്. അപ്പോർഷൻമെന്റ് ഓവർഹെഡ് കോസ്റ്റ് ഇൻ ടു കോസ്റ്റ് സെന്റേഴ്സ് ഓർ ഡിപ്പാർട്ട്മെന്റ് ബേസ്ഡ് ഓൺ ദെയർ യൂസേജ്. യൂസേജിന്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് സെന്ററുകളിലേക്കോ ഡിപ്പാർട്ട്മെന്റിലേക്കോ ഓവർഹെഡ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുന്നതിനെയാണ് അപ്പോർഷൻമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഹെഡ് കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രൊഡക്ഷനിലേക്ക്. പിന്നെ അനാലിസിസ് ആൻഡ് കൺട്രോൾ. അഞ്ചാമത്തെ എസ്സേ ആണ് വാട്ട് ഈസ് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. ഡിസ്കസ് ദ വാരിയസ് മെത്തേഡ്സ് ഓഫ് ടൈം കീപ്പിംഗ് ആൻഡ് ടൈം ബുക്കിംഗ്. അപ്പൊ നമുക്കറിയാം ലേബേഴ്സിന്റെ ടൈം കീപ്പ് ചെയ്യുന്നതും ടൈം ബുക്ക് ചെയ്യാനും ഒരുപാട് ടെക്നിക്സുകളുണ്ട്. അതിലേതൊക്കെയാണ് എന്ന് നോക്കാം. ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ട്രാക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വർക്ക് ആൻഡ് ലീവ് ടൈം. നമ്മുടെ വർക്ക് ടൈമും ലീവ് എടുക്കുന്ന ടൈമും ട്രാക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന തൊഴിലാളികളുടെ വർക്ക് ചെയ്യുന്ന സമയവും ലീവ് എടുക്കുന്ന സമയവും ട്രാക്ക് ചെയ്യുകയും റിപ്പോർട്ടിംഗ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ടൈം കീപ്പിംഗ്. മറന്നു പോരുത്, 2 മാർക്കിനൊക്കെ ചോദിക്കും. ടൈം കീപ്പിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് ട്രാക്കിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് വർക്ക് ആൻഡ് ലീവ് ടൈം. ഒരു ലേബറുടെ, എംപ്ലോയിയുടെ വർക്ക് ടൈം, ലീവ് ടൈം ട്രാക്ക് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ടൈം ബുക്കിംഗ്.
ടൈം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെക്കോർഡിംഗ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ദ വർക്കർ ഓൺ ഡിഫറെൻറ്റ് ജോബ്സ് ഓർ വർക്ക്. എത്ര ടൈം ഒരു വർക്കർ അല്ലെങ്കിൽ ഒരു ജോബിൽ വർക്കർ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ടൈം കീപ്പിംഗ്. ഇനി ടൈം കീപ്പിങ്ങിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് മാനുവൽ ടൈം ഷീറ്റ്, ടൈം ക്ലോക്ക്, ബയോമെട്രിക് സിസ്റ്റം, മൊബൈൽ ആപ്പുകളുണ്ട്, RFID ടാഗുകളുണ്ട്, ബാർകോഡ് സ്കാനിംഗ് ഉണ്ട്, പഞ്ച് കാർഡുകളുണ്ട്, വെബ് ബേസ്ഡ് ടൈം ട്രാക്കിംഗ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ പഞ്ചിങ് ആണുള്ളത്. നമ്മൾ ഓരോ ടീച്ചേഴ്സും കോളേജിൽ 9:15 നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. 9:15 അവിടെ മുമ്പേ റിപ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ പോയിട്ട് രാവിലെ എന്താ ചെയ്യുക, പഞ്ചാണ് ചെയ്യുക. അപ്പം നമ്മൾ ഓരോ എംപ്ലോയീസിൻ്റെയും പഞ്ച് അവിടെ രേഖപ്പെടുത്തും അല്ലേ. അത്തരത്തിൽ എംപ്ലോയീസ് ലീവ് എടുത്താൽ നമുക്കന്ന് പഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ലീവ് എന്ത് ചെയ്യും, ട്രാക്ക് ചെയ്യും. നമ്മൾ 9:30 പോയി, 9:15 റിപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ടീച്ചേഴ്സ്. 9:30 പോയിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, ലേറ്റ് ആണെന്ന് റെക്കോർഡ് ചെയ്യും. അത്തരത്തിൽ ഒരു എംപ്ലോയീസിൻ്റെ ലീവ് ടൈമും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ടൈമും റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ടൈം കീപ്പിംഗ്. അതിനുള്ള മെത്തേഡാണ് മാനുവൽ ടൈം ഷീറ്റ്, ടൈം ക്ലോക്സ്, ബയോമെട്രിക് സിസ്റ്റം, മൊബൈൽ ആപ്പ്, RFID ടാഗ്, ബാർകോഡ് സ്കാനിംഗ്, പഞ്ച് കാർഡ്, വെബ് ബേസ്ഡ് ടൈം ട്രാക്കിംഗ്, സ്മാർട്ട് കാർഡ് സിസ്റ്റം, GPS ട്രാക്കിംഗ്, വോയിസ് റെക്കഗ്നിഷൻ, ക്ലൗഡ് ബേസ്ഡ് ടൈം ട്രാക്കിംഗ് മുതലായവ. ഇനി ടൈം ബുക്കിങ്ങിൻ്റെത്, ഇത് പരീക്ഷയ്ക്ക് എസ്സേ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെത്തേഡ്സ് ഒന്നും ടെക്സ്റ്റിൽ അധികം ഇല്ല, അതുകൊണ്ട് ഇത് എഴുതി പഠിച്ചോളൂ കേട്ടോ എല്ലാവരും. ടൈം ബുക്കിങ്ങിൻ്റെ മെത്തേഡ്സ് ജോബ് കാർഡുകൾ, ടൈം ടിക്കറ്റ്സുകൾ, ഡെയിലി ടൈം ഷീറ്റ് സോഫ്റ്റ്വെയറുകളുണ്ട്, ജോബ് ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, ERP സിസ്റ്റം ഉണ്ട്, ഓട്ടോമേറ്റഡ് ടൈം ബുക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഓൺലൈൻ ടൈം ബുക്കിംഗ് ഉണ്ട്, മൊബൈൽ ടൈം ബുക്കിംഗ് ഉണ്ട്, റിയൽ ടൈം ബുക്കിംഗ് ഉണ്ട്. ഇതാണ് ടൈം കീപ്പിങ്ങിൻ്റെയും ടൈം ബുക്കിങ്ങിൻ്റെയും മെത്തേഡ്സ്. ഇനി 6ാമത്തെ എസ്സേ ആണ് വാട്ട് ഈസ് ലേബർ കോസ്റ്റ് കൺട്രോൾ, വാട്ട് ആർ ദ ടെക്നിക്സ് ഓഫ് ലേബർ കോസ്റ്റ് കൺട്രോൾ. ലേബർ കോസ്റ്റ് കൺട്രോൾ മീൻസ് കൺട്രോൾ ഓവർ ദ കോസ്റ്റ് ഇൻക്വേർഡ് ഓൺ ലേബർ. തൊഴിലാളികളുടെ മേൽ വരുന്ന കോസ്റ്റിനെയാണ്, തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് ഇൻക്വയർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ. ഇപ്പോൾ ഒരു സ്ഥാപനമാകുമ്പോൾ ലേബർ കോസ്റ്റ് ഉണ്ടല്ലേ, ലേബർ ജോലി ചെയ്ത് അവർക്ക് കൂലി കൊടുക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അതിനൊക്കെ കോസ്റ്റ് വരും അല്ലേ. അത്തരത്തിൽ ലേബർക്ക് കൊടുക്കുന്ന കോസ്റ്റ് ഒരു സ്ഥാപനത്തിന് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ. ലേബർ കോസ്റ്റ് കൺട്രോൾ മീൻസ് കൺട്രോൾ ഓവർ ദ കോസ്റ്റ് ഇൻക്വേർഡ് ഓൺ ലേബർ. ലേബറുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ലേബർ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അതിൻ്റെ ടെക്നിക്സുകളാണ് അസസ്മെന്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്. അതായത് കൂടുതൽ ജോലിക്കാരെ ഒന്നും വെക്കാതെ ആവശ്യത്തിനുള്ള എത്രയാണോ നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്കാർ വേണ്ടത് ആ മാൻ പവർ റിക്വയർമെന്റ് അസസ് ചെയ്യുക. ടൈം സ്റ്റഡി ഉണ്ട്, മോഷൻ സ്റ്റഡി നടത്തുക, ജോബ് ഇവാലുവേഷൻ നടത്തുക, മെറിറ്റ് റേറ്റിംഗ് നടത്തുക, ലേബർ പ്രൊഡക്ടിവിറ്റി ചെക്ക് ചെയ്യുക, ഇൻസെൻറ്റീവ് വേജ് സിസ്റ്റം കൊണ്ടുവരിക, കൺട്രോൾ ഓവർ ടൈം കൊണ്ടുവരിക, കൺട്രോൾ ഓവർ ലേബർ ടേൺ ഓവർ, ലേബേഴ്സിൻ്റെ ആബ്സെൻറ്റും ടേൺ ഓവറും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് വർക്ക്, ലേബർ ബഡ്ജറ്റിംഗ് വെക്കുക, പെർഫോമൻസ് മോണിറ്ററിംഗ് നടത്തുക, കൃത്യമായ ജോബ് ഡിസൈനിങ് നടത്തുക, വർക്ക് മെഷർമെൻറ്റ്, അറ്റൻഡൻസ് മാനേജ്മെൻറ്റ്, ലേബർ കോസ്റ്റ് അനാലിസിസ്, കൺട്രോൾ ഓവർ ക്യാഷ്വൽ. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് കോളേജിൽ ആബ്സെൻ്റ് ആകുമ്പോൾ ടീച്ചേഴ്സ് കുറേ ടെക്നിക്സുകളും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറയാറില്ലേ, അതേപോലെ തന്നെ തൊഴിലാളികളുടെ ആ ഒരു ലേബറിൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ. ഇനി 7ാമത്തെ എസ്സേ ആണ് ഡിഫൈൻ കോൺട്രാക്ട് കോസ്റ്റിംഗ്, വാട്ട് ആർ ഇറ്റ്സ് ഫീച്ചേഴ്സ്, ഹൗ പ്രോഫിറ്റ് ഓർ ലോസ് ഈസ് അസർട്ടൈൻ ഓൺ കോൺട്രാക്ട്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഓർഡർ കോസ്റ്റിങ്ങിനെയാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫീച്ചർ, കോൺട്രാക്ട് ആർ ജനറലി അറ്റ് ലാർജ് സൈസ്. കോൺട്രാക്റ്റുകളെല്ലാം തന്നെ എന്തായിരിക്കും, ലാർജ് സൈസിലായിരിക്കും, വലുതായിരിക്കും. കോൺട്രാക്ട് ഇറ്റ് സെൽഫ് എ കോസ്റ്റ് യൂണിറ്റ്. കോൺട്രാക്റ്റിനെ ഒരു കോസ്റ്റ് യൂണിറ്റ് ആയിട്ടാണ് പറയുന്നത്. എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് കോൺട്രാക്ട്. ഓരോ കോൺട്രാക്റ്റിനും സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലോങ് പീരീഡ് ഓഫ് ടൈമാണ് കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക. ദെൻ അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ കോൺട്രാക്ട് അസർട്ടൈൻ ബൈ കമ്പയറിംഗ് ടോട്ടൽ കോസ്റ്റ് ഇൻക്വേർഡ് വിത്ത് ടോട്ടൽ റവന്യൂ. കോൺട്രാക്ട് കോസ്റ്റിംഗിൽ ഉണ്ടായിട്ടുള്ള ടോട്ടൽ റവന്യൂ എന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 7 എസ്സേ നമുക്കറിയാം. കഴിഞ്ഞ 2019 അഡ്മിഷൻ പ്രകാരം 4 എക്സാം കഴിഞ്ഞിട്ടുണ്ട്. 4 എക്സാമിൽ 2 തിയറി എസ്സേ വെച്ച് 8 എസ്സേ വരേണ്ടതാണ്. പക്ഷെ ഒരു എസ്സേ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ 7 എസ്സേ ഇതിൽ ഉൾപ്പെടുത്തി. ഈ 7 എസ്സേ നന്നായിട്ട് പഠിക്കുക. ഇതിലേതെങ്കിലും ഒരു എസ്സേ നിങ്ങൾക്ക് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്.
നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫോർത്ത് സെമസ്റ്റർ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ സജസ്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസ്. നിങ്ങൾക്ക് നോട്ട് ആവശ്യമാണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഓൾ ദി ബെസ്റ്റ്, സ്റ്റഡി വെൽ, താങ്ക് യു.